എല്ലാവർക്കും നമസ്കാരം. ലോക്ക്ഡൗൺ പോലെ മറ്റൊരു പ്രതിഭാസത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങാൻ പോവുകയാണോ? PM-ന്റെ 7 അപ്പീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പലർക്കും അതൊക്കെയാണ് തോന്നുന്നത്. എന്നാൽ ലോക്ക്ഡൗണിനേക്കാൾ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ പോകുന്നത്. വലിയ വിലക്കയറ്റമാണ് വരുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. അതായത് ഇറാനിൽ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെയും നമ്മുടെ ഇന്ത്യയിൽ പെട്രോൾ പമ്പുകളിൽ നിന്നുമൊക്കെ പെട്രോളും ഡീസലും വിൽക്കുമ്പോൾ അത് ഓരോ ലിറ്ററിനും, അതായത് 15 രൂപ മുതൽ 20 രൂപ വരെ ഒരു ലിറ്ററിന് നഷ്ടത്തിലാണ് ഓയിൽ കമ്പനികൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് സംശയമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അത് ഒഴിവാക്കപ്പെടും. അതായത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അടുത്ത വർഷമേ പ്രധാനപ്പെട്ട ഇലക്ഷൻ ഉള്ളൂ. അതായത് ഇനി വില അങ്ങ് കൂട്ടാൻ പോവുകയാണ്. ഇന്ധനവില മാത്രമല്ല, സകല സാധനങ്ങൾക്കും ഇന്ത്യയിൽ വില കയറും. കേരളത്തിലുമൊക്കെ എല്ലാത്തിനും ഇപ്പോൾ തന്നെ നിലവിൽ തീ പിടിച്ച വിലയാണ്. അതായത് LPG, കൊമേഴ്ഷ്യൽ LPGയുടെ പ്രൈസ് കൂട്ടിയപ്പോൾ തന്നെ ഹോട്ടലുകൾ മുതൽ നമ്മൾ കാണുന്നത് എല്ലാം ഈ പേര് പറഞ്ഞ് വില കൂട്ടിയിരിക്കുകയാണ്. പല കാര്യങ്ങളുമൊക്കെ ഒരു വർഷത്തേക്ക് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, നിലവിലുള്ള ഇപ്പോൾ ഇറാനിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു യുദ്ധം വരാനുള്ള സാധ്യതയും കൂടെ നമ്മൾ കാണണം. അതും കൂടെ കണ്ടിട്ടായിരിക്കും. അതായത് ഹോർമസ് പ്രതിസന്ധിയൊക്കെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിലേക്ക് ലോകം പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഇന്ത്യയിൽ നിലവിൽ തന്നെ ഹോർമൂസിലുള്ള കാര്യങ്ങളുകൊണ്ട് വിലക്കയറ്റം വരാൻ പോവുകയാണ്. എന്നാൽ അതുമായിരിക്കില്ല, ഇതിലും വലിയൊരു പ്രതിസന്ധി ലോകത്ത് വരാൻ പോകുന്നുണ്ട്. അതിനും കൂടെ മുന്നോടിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് വേണം ഇതിനെ കരുതാൻ. EV കാറുകളൊക്കെ വാങ്ങിയിട്ടുള്ളവർ സന്തോഷിക്കുക. അതായത് ഇനി ഈ പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങൾ ഒട്ടും മുതലാകില്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ലോക്ക്ഡൗണിലേക്കൊക്കെ രാജ്യം പോകുമോ എന്നൊക്കെ ചോദിച്ചാൽ ലോക്ക്ഡൗണിനേക്കാൾ വലിയ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. AI-യുടെ ഒക്കെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് ടെക്കികൾക്കൊക്കെ. ഇതൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു 6 ദിവസം മുൻപേ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ്, എങ്ങനെയാണ് ഇറാനിലെ പ്രശ്നങ്ങൾ ഇന്ത്യക്ക് ഒരു 8-ന്റെ പണിയായിട്ട് വരാൻ പോകുന്നത് എന്നൊക്കെ. ഇപ്പോഴാണ് അത് മാധ്യമങ്ങളിൽ കാര്യമായിട്ട് PM-ന്റെ ഒരു 7 അപ്പീൽസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത്. വർക്ക് ഫ്രം ഹോം ഒക്കെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുമ്പോൾ മിക്കവാറും അത് നല്ല രീതിയിൽ തന്നെ നടക്കും. കാരണം പലർക്കും പണി നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുമ്പോൾ ഉള്ള പണിയൊക്കെ വീട്ടിൽ ചെയ്യും. അങ്ങനെ ഒരു വർക്ക് ഫ്രം ഹോം വരാനുള്ള, പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ ഉണ്ടായിരുന്നവർ ഇത്ര നാളും AI വന്നപ്പോൾ അവരുടെ പണി എളുപ്പമായി, അതിനെ കൊണ്ടും കൂടെ കുറെ ചെയ്യിപ്പിക്കാമെന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ പണിയും കൂടെ ഇതെടുത്തു തുടങ്ങി. അതുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള കൂട്ട പിരിച്ചുവിടലുകൾ ഇന്ത്യയിലും സംഭവിക്കാൻ പോവുകയാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ ഉപയോഗം നല്ല രീതിയിൽ കുറയ്ക്കുക, LPGയും കുക്കിംഗ് ഓയിലും ഒക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, സ്വർണം വാങ്ങുന്നത് 1 വർഷത്തേക്ക് നിർത്തുക, 1 വർഷത്തേക്ക് ആരും വിദേശയാത്രയൊന്നും പോകരുത്. അതുപോലെ ഈ കൂട്ടത്തിൽ ഒരു വലിയ മണ്ടത്തരവും പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ ഫാമിംഗ് ഒക്കെ പ്രോത്സാഹിപ്പിക്കുക. അതായത് പുറത്തു നിന്ന് ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഇറക്കുന്നത് കുറയ്ക്കുക എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആഹ്വാനം കേട്ടതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നിട്ടും ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇലക്ഷനൊക്കെ കഴിഞ്ഞു, വില എല്ലാത്തിനും കൂടാൻ പോവുകയാണ്. പെട്രോളിനും ഡീസലിനും സകല സാധനത്തിനും വലിയ വിലക്കയറ്റത്തിലേക്കാണ് പോകുന്നത്. ഈ ഹോർമൂസിലെ പ്രതിസന്ധി, അതായത് ഇറാനിലെ യുദ്ധം വന്നപ്പോൾ നമുക്കൊരു പ്രശ്നവും ഇല്ല എന്നാണ് പലരും കരുതിയിരുന്നത്. അല്ലെങ്കിൽ ഹോർമൂസ് വഴിയൊക്കെ ഷിപ്പുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ പണ്ടേ തന്നെ നമ്മൾ പറഞ്ഞതാണ്, അമേരിക്ക യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ചൈനയ്ക്കിട്ടുള്ള ഒരു പണിയായിട്ടാണ്. അതായത് ക്രൂഡ് ഓയിൽ ഇങ്ങനെ വില കൂടുമ്പോൾ ചൈന ആസ് എ ഫാക്ടറി അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുകയാണ്. ചൈനയുടെ വളർച്ചയെ ഒന്ന് സ്ലോ ആക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഉദ്ദേശം. അതുപോലെ തന്നെ അത് ഇന്ത്യയെയും ബാധിക്കും. രണ്ടും ക്രൂഡ് ഓയിൽ പുറത്തുനിന്ന് ഒരുപാട് വാങ്ങുന്ന രാജ്യങ്ങളാണ്. ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതിന്റെ വില കൂടി എന്നുള്ളതാണ് പോയിന്റ്. ഇലക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇത്ര നാളും എണ്ണ കമ്പനികൾ നമുക്ക് പെട്രോളിനും ഡീസലിനും ഒക്കെ 1 ലിറ്ററിന് തന്നെ 20-25 രൂപ നഷ്ടത്തിൽ ഇത് തന്നുകൊണ്ടിരുന്നു. അതൊരു വലിയ മഹാമനസ്കതയായിട്ടൊന്നും കരുതണ്ട. ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയത്ത് നമുക്കറിയാം, ക്രൂഡ് ഓയിലിനൊക്കെ വളരെ വില കുറഞ്ഞു പോയിട്ടും അതിന്റെ പ്രയോജനം നമുക്ക് ലഭിച്ചിരുന്നില്ല. അന്ന് കൊള്ളലാഭം എടുത്തുകൊണ്ടിരുന്ന എണ്ണ കമ്പനികൾക്ക് ഇത്ര മാസത്തേക്കുള്ള ഈ ഒരു നഷ്ടം സഹിക്കുന്നതിൽ വലിയ വിശാല മനസ്കതയൊന്നുമില്ല. തന്നെയുമല്ല, ഇനി വില കൂട്ടാനും പോവുകയാണ്. അപ്പോൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിലക്കയറ്റം ഇങ്ങനെ വരുമ്പോൾ ആളുകൾ വലിയ രീതിയിൽ ഗവൺമെന്റിനെ വിമർശിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ചെറിയ ഡോസാണ് ഇത്തരത്തിലുള്ള 7 അപ്പീൽസ് എന്നൊക്കെ പറയാം. അതായത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മളിപ്പോൾ വലിയ പ്രശ്നത്തിലാണ്, ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ. അതായത് പെട്രോളും ഡീസലും ഒക്കെ പരമാവധി കുറയ്ക്കുക. അതിന്റെ കൂട്ടത്തിൽ കുറെ പൊട്ടും പൊടിയൊക്കെ ഉണ്ട്, സ്വർണത്തിന്റെയും ഫോറിൻ ട്രിപ്പുകളുടെയും, അതൊക്കെ പറഞ്ഞു വരാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതീതിയിൽ നമ്മളിപ്പോൾ നിൽക്കുകയാണ്. ഇതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ടാണ് ഈ സാധനങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ ഫ്യൂവലിനാണെങ്കിലും വില കൂട്ടാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ നിക്ഷേപം ആരംഭിക്കാമെന്ന് പലർക്കും ഉള്ള ഒരു സംശയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു അമേസിംഗ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തുകയാണ് മാർക്കറ്റ് വോൾഫ്. മാർക്കറ്റ് വോൾഫ് സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇയർലി മെയിൻ്റനൻസ് ചാർജുകളോ മറ്റ് ഹിഡൻ ഫീസുകളോ ഒന്നുമില്ലാതെ
വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീ നൽകിക്കൊണ്ട് ട്രേഡിംഗ് ആരംഭിക്കാം. ഇത് ഉപയോഗിക്കുന്നത് എത്ര എളുപ്പമാണെന്ന് ഇനി കാണിച്ചു തരാം. പിൻ നമ്പർ നൽകി ലോഗിൻ ചെയ്യുന്നു. ഇവിടെ ഫോളോ ട്രെൻഡ് എന്നൊരു ഫീച്ചർ കാണാം. ഈ ഫീച്ചർ നിങ്ങൾക്ക് റിയൽ ടൈം മാർക്കറ്റ് ട്രെൻഡ്സ് കാണിച്ചു തരും. ഒരൊറ്റ ക്ലിക്കിലൂടെ നിങ്ങൾക്കും അത് ഫോളോ ചെയ്യാം. മാർക്കറ്റ് വുൾഫിന്റെ മറ്റൊരു പ്രധാന ഗുണം വളരെ ചെറിയ തുക ഉപയോഗിച്ച് പോലും ഇവിടെ ട്രേഡിംഗ് ആരംഭിക്കാം എന്നുള്ളതാണ്. വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് ഒരു ഇൻബിൽറ്റ് സ്മാർട്ട് സ്റ്റോപ്പ് ലോസ് ഫീച്ചറും ഇവിടെയുണ്ട്. സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്യുന്നു. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ 1476 രൂപ ലാഭം ബുക്ക് ചെയ്യുന്നു. മാർക്കറ്റ് വുൾഫ് നിങ്ങൾക്ക് ഫ്രീ ട്രേഡ് റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ട്. അതനുസരിച്ച് ആളുകൾ തുടർച്ചയായിട്ട് 3 മാസം നല്ല ലാഭം ബുക്ക് ചെയ്തു. ആദ്യത്തെ മാസത്തിൽ 57,170 രൂപയും രണ്ടാമത്തെ മാസത്തിൽ 70,468 രൂപയും മൂന്നാമത്തെ മാസം 59,696 രൂപയും ലാഭം ബുക്ക് ചെയ്തു. ഈ ലാഭങ്ങൾക്കൊന്നും മാർക്കറ്റ് വുൾഫ് യാതൊരുവിധ കമ്മീഷനും ഈടാക്കുന്നില്ല. മാർക്കറ്റ് വുൾഫ് ഇന്ത്യയിൽ വളരെ വേഗത്തിൽ വളരുകയാണ്. വളരെ സിമ്പിൾ ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണിത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. യഥാർത്ഥത്തിൽ ഈ സ്വർണം വാങ്ങരുതെന്ന് പറഞ്ഞതിന് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്നത് ഈ തമിഴ്നാട്ടിലും കേരളത്തിലുള്ളവരാണ് ഭൂരിഭാഗവും. ഇതെല്ലാം പുറം രാജ്യങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പല രീതിയിൽ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷെ എന്താണെങ്കിലും ഇതിന്റെ എൻഡ് പോയി നോക്കിയാൽ ഇതെല്ലാം ഡോളറിലാണ്. അതായത് നമ്മുടെ ഡോളർ ശേഖരത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പോലെ തന്നെയാണ്. ക്രൂഡ് ഓയിലും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും അല്ല. എങ്കിൽ പോലും സ്വർണം വാങ്ങുന്നത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത്രയും ഡോളർ ഇന്ത്യക്ക് പുറത്ത് പോകാതിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സ്വർണം വാങ്ങരുത് എന്ന്. അല്ലാതെ സ്വർണത്തിന് വിലയില്ലാതാകാൻ പോകുന്നു എന്നൊന്നും ആരും കരുതണ്ട. നിലവിൽ സ്വർണത്തിന് വില പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അതായത് ഡോളർ ശക്തിപ്പെടുന്നു. അതായത് US ട്രഷറി ബോണ്ടുകളിലേക്കൊക്കെ ഇപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് തിരിയുന്നുണ്ട്. അതിന്റെയൊക്കെ ബാക്കിയാണ്. സ്വർണത്തിന് ഇനി വിലയില്ലാതാകാൻ പോകുന്നു എന്നൊക്കെയുള്ള ഓരോ പ്രവചനങ്ങളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. അതിലൊന്നും ഒരടിസ്ഥാനവുമില്ല. സ്വർണത്തെക്കാൾ നല്ല നിക്ഷേപങ്ങളൊന്നും ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വർഷം മുൻപ് ഇപ്പോൾ US മാർക്കറ്റിലൊക്കെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിൽ ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ $1 നിങ്ങൾ സാൻഡിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു $45 അതായത് ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ പണം 45 ഇരട്ടിയായി. പലരും ഇവിടെ എൻവിഡിയുടെ ഒക്കെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതായത് എൻവിഡിയ ഒരു രാജ്യം പോലെ നിങ്ങൾ കണക്കാക്കിയാൽ ഇന്ത്യയെക്കാൾ വലിയ GDP ആണ് അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാത്രം എന്ന് പറയാം. എന്നാൽ ആ എൻവിഡിയ പോലും കഴിഞ്ഞ 5 വർഷം നോക്കിയാൽ 15 ഇരട്ടിയാണ് തന്നിട്ടുള്ളത്. 5 വർഷം മുമ്പ് നിങ്ങൾ അതിൽ ഒരു $1 മുടക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് $15. എന്നാൽ ഈ സാൻഡിസ്കിന്റെ കാര്യം നോക്കുക, ഒരു വർഷം കൊണ്ടാണ് ഈ 45 ഇരട്ടിയൊക്കെ. അതായത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ആളുകൾ സ്വർണ്ണത്തെക്കാൾ വലിയ നിക്ഷേപമൊന്നുമില്ല, അല്ലെങ്കിൽ പണം ഇരട്ടിപ്പിക്കാൻ ഇതിലും വലിയ പരിപാടിയൊന്നുമില്ല. 1.5 വർഷം കൊണ്ട് വില ഇരട്ടിയായില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. ഇതിപ്പോ ഗ്ലോബൽ മാർക്കറ്റിന്റെ കാര്യമാണ്. ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതിലും നല്ല ഉദാഹരണങ്ങളൊക്കെ ഒരുപാട് കാണാം. അതുപോലെ കുക്കിംഗ് ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ പാം ഓയിൽ പോലെയുള്ള കാര്യങ്ങളും പരമാവധി നമ്മൾ പുറത്തു നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണ്. അങ്ങനെയും ഇതിന്റെയൊക്കെ പേയ്മെന്റ് ഡോളറിലാണ് പുറത്തേക്ക് പോവുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇന്ത്യക്കാര് സ്വർണം വാങ്ങരുത്, വിദേശയാത്ര പോകരുത്, ഇന്ധനം കുറച്ച് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നതിനേക്കാളും ഈ ഡോളർ ഇവിടെ നിർത്താനാണ് ഉദ്ദേശമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശമെങ്കിൽ ഒറ്റ സൊല്യൂഷനേ അതിനുള്ളൂ. നമ്മുടെ എക്സ്പോർട്ട് കൂട്ടുക. അതായത് ഇന്ത്യയുടെ കയറ്റുമതി കൂട്ടുക. ഇപ്പോൾ ചൈനയൊക്കെ ചെയ്യുന്നത് പോലെ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോറക്സ് റിസർവ് ഡോളറിന്റെ ഒക്കെ ഉള്ളത് ചൈനയ്ക്കാണ്. $3 ട്രില്യൺ ആണ് അവരുടെ കയ്യിൽ കരുതലായിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നുമില്ല. അതായത് ഡോളർ ഒരുപാട് ഇങ്ങോട്ടും വരും. എന്നാൽ നമ്മൾ ഇപ്പോഴും ഈ ചൈനയും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ എക്സ്പോർട്ടിങ്ങിൽ അല്ലെങ്കിൽ കയറ്റുമതിയിൽ അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഫാക്ടറി എന്നുള്ള രീതിയിലൊക്കെ വളരെ പുറകിൽ തന്നെയാണ്. അതുപോലെ ആദ്യം തന്നെ പറഞ്ഞു, ഇങ്ങനെ ഓരോ ആഹ്വാനങ്ങളൊക്കെ പറയുന്നത് വില കൂട്ടുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു നാടകം മാത്രമായിട്ട് കരുതിയാൽ മതി. എങ്കിലും ഈ 7 അപ്പീൽസിൽ ഒരെണ്ണം ഒരു ആന മണ്ടത്തരം കിടപ്പുണ്ട്. അതായത് നാച്ചുറൽ ഫാമിങ്ങിലേക്ക് പോവുക, അല്ലെങ്കിൽ ജൈവവളം, ജൈവ കൃഷി, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഒക്കെ നമ്മൾ ഒരുപാട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതൊക്കെ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോഴും ഡോളർ പുറത്തേക്ക് പോവില്ല. പക്ഷേ ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്ത് പണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അതിന്റെ പ്രധാന കാര്യം അവിടെയുള്ള ജൈവ കൃഷിയോടുള്ള പ്രേമമായിരുന്നു. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന 7 കാര്യങ്ങളിൽ ഒന്നുപോലും ഇവിടെ ആരും കേൾക്കാനൊന്നും പോകുന്നില്ല. ആരും കേൾക്കണമെന്ന് ഉദ്ദേശമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. വില കൂട്ടുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടി, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് ഇവിടെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ടിങ് കൂട്ടുക എന്നുള്ളത്. അത് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ EV കാറുകളെ മറ്റുമൊക്കെ കുറെ കൂടെ, അല്ലെങ്കിൽ സോളാർ പാനലുകളും ഒക്കെ കുറെ കൂടെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ
ഈ പറയുന്നത് പോലെ ക്രൂഡ് ഓയിലിന്റെ ആവശ്യം നല്ല രീതിയിൽ ഇന്ത്യയിൽ കുറയാനായിട്ട് സാധ്യതയുണ്ട്. കാരണം വാഹനങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾ, പെട്രോളും ഡീസലും ഒക്കെ ഉൾപ്പെടെ എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ചേപ്പാക്കുക, റിന്യൂവബിൾ എനർജിയൊക്കെ പ്രോത്സാഹിപ്പിക്കുക, കാറുകളൊക്കെ വാങ്ങുമ്പോൾ അതിന് ലോണിന് പലിശ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സബ്സിഡി നൽകുകയോ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്ന് പറയാം. അല്ലാതെ ഇങ്ങനെയുള്ള ആഹ്വാനങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല. പുതിയതായിട്ടൊക്കെ നിങ്ങളൊരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ല എടുക്കുന്നതെങ്കിൽ അത് വലിയ മണ്ടത്തരമായിരിക്കും. കാരണം അത്രയും ചെലവ് വ്യത്യാസമുണ്ട് ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പണ്ടുള്ള വാഹനങ്ങളുടെ പ്രശ്നങ്ങളും പരിമിതികളും ഒന്നും ഇപ്പോൾ ഉള്ള കാറുകൾക്കൊന്നുമില്ല. ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഒക്കെ വാറണ്ടിയും അതുപോലെ ബാസ് പോലെയുള്ള പേയ്മെന്റ് സിസ്റ്റവും ഒക്കെ വന്നതോടെ നമ്മൾ സാധാരണ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും വലിയ ലാഭമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു വാഹനങ്ങൾ. LPGയുടെ കാര്യം ഏകദേശം നമുക്ക് അറിയാവുന്നതാണ്. നിലവിൽ കൊമേഴ്ഷ്യൽ സിലിണ്ടറുകൾക്കൊക്കെയാണ് വില കൂട്ടിയിരിക്കുന്നത്. എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാവുന്നതാണ്. എല്ലാത്തിനും വില കൂടാൻ തന്നെയാണ് സാധ്യത. വലിയ വിലക്കയറ്റം വരുന്നു എന്ന് പറയുമ്പോൾ കേരളം ഒരു വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ഇന്ത്യയിലെ വെച്ച് തന്നെ. അതായത് നമുക്ക് വേണ്ട പരമാവധി കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളാണെങ്കിലും ഇങ്ങനെയുള്ളൊരു കൺസ്യൂമർ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം ഭയക്കണമെന്നുള്ളതാണ്. വലിയ വിലക്കയറ്റമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വലിയ പണി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശ്ചിമ ബംഗാളിലൊക്കെ ഇപ്പോൾ BJP ഭരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ 2 കോടിയോളം പൗരത്വമില്ലാത്തവരാണ് ബംഗ്ലാദേശിൽ നിന്നൊക്കെ കടന്നു കയറി അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ എതിരെ നടപടികളൊക്കെ സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവരിൽ കുറേ അധികം ആളുകൾ കേരളത്തിലേക്ക് വരാനായിട്ടുള്ള വലിയൊരു സാധ്യതയുണ്ട്. അതിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെയുള്ള ഒരുപാട് പേരുണ്ടാവും. ഇതും കേരളത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു വലിയ ഭീഷണിയാണ്. നിലവിൽ തന്നെ നമുക്ക് ആലുവ, പെരുമ്പാവൂരും ഒക്കെ എന്താണ് സംഭവിക്കുന്നത്, മറ്റൊരു ബംഗാളൊക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ഗുണ്ടാ ഭരണമായിരുന്നു. അതായത് നമ്മൾ പല സിനിമകളിലും ഒക്കെ കാണുന്ന പോലെ ബൂത്തിൽ തന്നെ ഗുണ്ടകൾ ഇരുത്തി വോട്ട് ചെയ്യിപ്പിച്ചിരുന്ന പരിപാടിയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം പട്ടാളത്തെ ഇറക്കി ആ പരിപാടിയൊന്നും നടക്കാതെ കൃത്യമായിട്ട് വോട്ടിംഗ് നടന്നപ്പോൾ അവിടുത്തെ ഭരണം മാറി. കേരളത്തിനും ഇതൊരു മുന്നറിയിപ്പാണ് എന്നുള്ളതാണ്. അതായത് പശ്ചിമ ബംഗാളൊക്കെ ഇപ്പോൾ ഈ NDAയിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൊൽക്കത്ത സിറ്റിയൊക്കെ ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ ഏറ്റവും നല്ല സിറ്റിയായിട്ട് വളർന്നു വന്നതാണ്. അതിനുശേഷം എന്നവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നോ അന്ന് മുതൽ അതിൻ്റെ അധപതനം തുടങ്ങി. അതിനുശേഷം ആളുകൾ മടുത്ത് തൃണമൂലിനെ കയറ്റി, അവരും കണക്കായിരുന്നു. അവസാനം തൃണമൂൽ കോൺഗ്രസും പോയിട്ട് ഇപ്പോൾ BJP വന്നിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. കേരളവുമായിട്ട് ഇതിന് എന്തെങ്കിലുമൊക്കെ സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രം. വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ മാർക്കറ്റ് വുൾഫ് ആപ്ലിക്കേഷനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മാർക്കറ്റ് വുൾഫ് ഇതിനോടകം 2 മില്യൺ ഡൗൺലോഡ്സ് കടന്നിരിക്കുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ എഴുതണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.